എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഇഡ്ഡലിയും തട്ടിക്കൂട്ട് സാമ്പാറും. ഈ തട്ടിക്കൂട്ട് സാമ്പാർ പെട്ടെന്നാണ് കേട്ടോ. ഇത് ഒരു കറുപ്പ് നിറം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ പുളി വളരെ പഴകിയ പുളിയാണ്. കാരണം ഇഞ്ചിപ്പുളിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ പുള്ളിക്കാരിയെ കൊണ്ടല്ല, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ്. സത്യത്തിൽ പുള്ളിക്കാരിയെ കൊണ്ടുവന്ന പുളി അപ്പുറത്തിരിപ്പുണ്ട്. അത് ചുവപ്പ് പുളി അവരോട് പറഞ്ഞ് ഞാൻ ജയിപ്പിച്ചതാണ്. ഇത് പിന്നെ പരിപ്പ്, ഒരു അര ഗ്ലാസ് പരിപ്പ്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി, 2 തക്കാളി, ഒരു മുരിങ്ങക്ക, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം മത്തങ്ങ. ഇത് നമ്മുടെ വിഷുവിൻ്റെ മത്തങ്ങ കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട്, ഒരു വഴുതനങ്ങ, എല്ലാം കൂടി ഇട്ട്, ഒരു കഷ്ണം കായവും ഇട്ട് ഒരൊറ്റ അടി, ഒരു 2 സ്റ്റീം വന്നപ്പോഴത്തേക്ക് ഓഫാക്കി. എന്നിട്ട് അതിലേക്ക് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് കേട്ടോ. അതിന് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇവിടെ സാമ്പാർ പൊടിയുടെ പരിപാടിയേ ഇല്ല. ഇതാണ് എൻ്റെ സാമ്പാർ പൊടി, ഞാൻ ഉണ്ടാക്കുന്നതാ. ഇതാണ് എൻ്റെ സാമ്പാർ പൊടി. പിന്നെ സ്റ്റീം പോയപ്പോൾ തുറന്നിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ, തക്കാളി 2 ഇട്ടിട്ടുണ്ടേ, ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് പുളിയും കൂടെ ഒഴിച്ചിട്ട് ഈ പൊടി ഇത്തിരി കലക്കി ഒഴിക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കാം. എളുപ്പം പറ്റുമല്ലോ. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചരൻ മകര കുണ്ടലം ഹാരജാല വനമാലിക ലളിതമംഗരാഗ ഘനസൗരഭം പീതചേല ധൃതകാഞ്ചി കാഞ്ചിതം ഉദഞ്ജതം സുമണി നൂപുരം രാസകേളി പരിഭൂഷിതം നവതി രൂപമീശകലയാ മകേ കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ജനൻ മകര കുണ്ടലം മാലികാലളിതം അംഗരാഗ സൗരഭം അന്തരാസകല സുന്ദരീയുഗളം ഇന്ദിരാരമണ സഞ്ജയം മന്ദിരാം തദനു രാസകേളി മറന്നുപോയി. ഒരു കാലത്ത് എന്നും പ്രഭാതത്തിൽ ഞാൻ ചൊല്ലുന്ന ഒരു ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഞാൻ എല്ലാ ദൈവങ്ങളെയും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇതിപ്പം കൃഷ്ണഭഗവാനെക്കുറിച്ചുള്ള കീർത്തനമാണ്. എങ്കിൽ പോലും എൻ്റെ ആരാധനാമൂർത്തി ആഞ്ജനേയസ്വാമിയാണ്. ആഞ്ജനേയസ്വാമിയോട് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. എൻ്റെ 3 മക്കൾക്ക് ജോലി കിട്ടാൻ, അവർക്ക് ചെറിയ ചില വയ്യാഴികളുണ്ടായപ്പോൾ ഒക്കെ ഞാൻ ആലുവായിലൊരു ദത്താത്രേയീശ്വര ക്ഷേത്രമുണ്ട്, ആഞ്ജനേയ ക്ഷേത്രം. അവിടെ ഒരു നാളികേരം കെട്ട് വഴിപാടുണ്ട്. 3 പ്രാവശ്യവും ഞാനത് കഴിച്ചു. ഭഗവാൻ അത് കേട്ടു. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും ഒരു സ്പെഷ്യലായിട്ട് ഒരാളുണ്ടാവുമല്ലോ, അതാണ് എൻ്റെ ആഞ്ജനേയൻ. അതുപോലെ തന്നെ എനിക്ക് ആഞ്ജനേയൻ്റെ തിരുനടയിൽ നിന്ന് തന്നെ ഒരു മകളെ കിട്ടി, അഞ്ജന എന്ന് പേരും കിട്ടി. പിന്നെ വലിയൊരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ആഞ്ജനേയനും ഉണ്ട്. ആ
എൻ്റെ മോൻ്റെ വീട്ടുപേരും ആഞ്ജനേയം എന്നാണ്. ഒരു പുതിയതായി പണി കഴിപ്പിച്ച വീടിന് ആഞ്ജനേയം തന്നെ പേരിട്ടു. അതൊക്കെ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇഡ്ഡലിയും എൻ്റെ പിന്നെ സാമ്പാറും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഡ്ഡലി എന്തായെന്ന് നോക്കാം. ഇതാ വെന്തുകൊണ്ടിരിക്കുന്നു. ഇതിനടിയിൽ ഞാനൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ട്. എന്താ അറിയോ? ഇല ഇഡ്ഡലി. അതായത് അടിയിലത്തെ തട്ടില്ലേ നമ്മൾ ഇഡ്ഡലിയൊക്കെ പുഴുങ്ങുന്ന അല്ല അപ്പമൊക്കെ പുഴുങ്ങുന്ന തട്ട്, ആ തട്ടിൽ ഞാൻ ഒരു ചേമ്പല വെച്ചു. ആ ചേമ്പലയുടെ മുകളിലാണ് ഞാൻ ഇഡ്ഡലി മാവ് ഒഴിച്ചിരിക്കുന്നത്. നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇതാ മല്ലിയിലയും കൂടി ഇട്ടാൽ മതി. ഇതാ ഈ മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇടുമ്പോൾ ഇതിനെ ഒന്ന് മുറിക്കട്ടെ. ആ മല്ലിയിലയും കൂടി ഇട്ടപ്പം സമ്പൂർണ്ണ സാമ്പാറായി. ഒരു താമസവും ഇല്ല. 15 മിനിറ്റ് കഷ്ടിയേ വേണ്ടു എല്ലാ കാര്യപരിപാടികളും കൂടെ. കാരണം കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് 2 വിസിൽ വന്നപ്പോഴത്തേക്ക് ഓഫാക്കി. ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റീം പോയപ്പം 2 തക്കാളി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് പുളി പിഴിഞ്ഞൊഴിച്ചു. തിളച്ചപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം കായം ഇട്ടിരുന്നു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം കായം, ഉലുവാപ്പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒഴിച്ചതാണ് ഈ സാമ്പാർ. ഇനി ഇതിന് നോ കടുക് വറ. എന്തിനാണുള്ള വെളിച്ചെണ്ണയെല്ലാം കൂടെ? കടുക് വറയൊന്നുമില്ല. കടുക് വറക്കണ്ടവരെ ഇത്തിരി ഏറെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട്, ഇതിനകത്ത് ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഏറെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അതിനെ ഒന്ന് പിന്നെ കടുക് താളിച്ച് ഉലുവായും ഒക്കെ ഇട്ടൊന്ന് കടുക് താളിച്ചാൽ രുചി കൂടും. പക്ഷേ ഞങ്ങൾ വയസ്സന്മാർക്ക് അത്ര രുചി വേണ്ട. ഇതൊക്കെ മതി. ഇതിന് തന്നെ നല്ല രുചിയാണ്. ഇനിയും രുചിയായാലും അതിരുചിയായിപ്പോവും. അതിമോഹമാണ് മോനെ ദിനേശ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ കുറേ കാലം കടുകൊക്കെ വറുത്ത് നമ്മൾ കഴിച്ചതല്ലേ. അതുകൊണ്ട് ഇനി ഞങ്ങളൊക്കെ കടുക് വറക്കാതെ അങ്ങ് കഴിക്കാം. ഇനി കുട്ടികളൊക്കെ വരുമ്പം കടുക് വറക്കാം അല്ലേ. അപ്പം എല്ലാവരെയും ഇനി ഞാൻ എൻ്റെ ഇഡ്ഡലിയിലേക്കും സാമ്പാറിലേക്കും എൻ്റെ പിന്നെ സാമ്പാറിലേക്കും ഇഡ്ഡലിയിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഞാനൊരു സുപ്രഭാതം ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്കും സൗഭാഗ്യങ്ങൾക്കും വേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു സുദിനം വീണ്ടും 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 ആവർത്തിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.